Star Jam with RJ Subbu. ഇന്ന് ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ നമ്മളോടൊപ്പം ഐമു എന്ന അഹമ്മദാണ്. അഹമ്മദ് ശരിക്കും മലപ്പുറത്തുകാരനാണ്. KL 10 അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ. അദ്ദേഹം വാപ്പച്ചിയുടെ ചുള്ളനാണ്, ഉമ്മച്ചിയുടെ സ്റ്റൈലനാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കക്ഷിയാണ്. യഥാർത്ഥ പേര് ഐമു ആണോ? ഐമൂന്നല്ല, ഉണ്ണീന. യഥാർത്ഥ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി മുകുന്ദൻ. യെസ്, ഒരിക്കൽ കൂടി സ്വാഗതം ക്ലബ് FM-ലേക്ക്, സ്റ്റാർ ജാമിലേക്ക്. എന്തുണ്ട് വിശേഷം? സുഖം. KL 10 ഇപ്പോൾ. ഓക്കെ, എന്തായാലും KL 10 വെച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണെങ്കിൽ KL 53 എവിടത്തെ? സൂപ്പർ. എങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, പെരിന്തൽമണ്ണ. KL 71 ഞാൻ പറയാം നിലമ്പൂറാണ്. ഐ ഗസ് നിലമ്പൂർ തന്നെ ആയിരിക്കണം. ഐമു തകർത്തു. മീശ വെച്ചാൽ താങ്കൾ വിക്രം, മീശയില്ലെങ്കിൽ സൽമാൻ ഖാൻ. എന്താണ് രണ്ട് നായകന്മാരും ഒരുപോലെ ഫേസിൽ വന്നത്? ഒന്നായി ഫേസ് ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ വലിയ വിക്രം ഫാനുമാണ്. അതേപോലെ കഴിഞ്ഞ ഇതില് വിക്രമാദിത്യ റിലീസ് ഉണ്ടായിരുന്നു, അതേസമയം കിക്കും റിലീസ് ഉണ്ടായിരുന്നു. ഇത്തവണ സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായിജാൻ. നമ്മൾ മത്സരിക്കുന്നത് അങ്ങനത്തെ പുലികളുമായിട്ടാണ്. KL 10-ലെ ഐമുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുട്ബോളാണ്. ഉണ്ണി മുകുന്ദന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? 5-8 വർഷമായിട്ട് ജിം തന്നെയായിരിക്കും. ഐമു പ്രണയിക്കുന്നത് ഒരു ആർക്കിടെക്റ്റിനെയാണ്. ഉണ്ണി മുകുന്ദൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ആസ് എ പ്രൊഫഷൻ ആണെങ്കിൽ ടീച്ചറൊക്കെ ആയിരിക്കും. KL 10 മൂവിൽ താങ്കളുടെ FB പ്രൊഫൈലിൽ താങ്കൾ ബുദ്ധിജീവിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കൂതറ ഫോട്ടോ ഇട്ടിട്ട് ഷാദിയുടെ വീട്ടുകാർ പറയുന്നുണ്ട്, അയ്യേ കുളിക്കാത്ത ഒരുവനെയാണോ നീ പ്രണയിക്കുന്നത്? ശരിക്കും ഉണ്ണി മുകുന്ദൻ ജീവിതത്തിൽ എത്ര തവണ കുളിക്കാറുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഒരു തവണ മതിയില്ലേ? അല്ല, ഫുൾ ടൈം ജിമ്മിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് ചോദിച്ചാണ്. ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാറില്ല, പോയി കുളിച്ചോളൂ. KL 10 മൂവിൽ താങ്കൾ പ്രണയിക്കുന്നത് താങ്കളുടെ പ്രായത്തെക്കാളും കുറച്ച് കൂടിയ ഒരാളെയാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരാളെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മുമ്പ്? മെച്യൂരിറ്റി ഏജിൽ ആണോന്ന് എനിക്ക് അറിയില്ല, ബട്ട് അങ്ങനെ എനിക്കൊരു ജഡ്ജ്മെന്റിലൊന്നും അല്ല. അല്ലെങ്കിലും പെൺകുട്ടികൾ പ്രായം പറയാറില്ല, ശരിയാണെന്ന് അറിയില്ല. ഇപ്പൊ പറഞ്ഞ സത്യ. താങ്കളുടെ ജേഴ്സി നമ്പർ 10 ആണ് സിനിമയിൽ. എന്തുകൊണ്ടാണ് ജേഴ്സി നമ്പർ 10 തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഡയറക്ടർ മെസ്സി ഫാനാണ്, അതുകൊണ്ടാണ് 10. പിന്നെ KL 10 എല്ലാം 10 വന്നപ്പോ ഇതും 10 ആയി. ലക്കി നമ്പർ ആയിരിക്കും. 1 + 0 = 1. ലക്കി നമ്പറാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, കാണാൻ വേണ്ടി പോകുന്നു. സൂപ്പർ. താങ്കൾക്ക് മലയാളത്തിലെ കുറച്ച് നടന്മാരെ വെച്ചിട്ടൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാനുള്ള ഭാഗ്യം തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാൻ തരുന്ന പ്ലെയർ പൊസിഷനിൽ താങ്കൾ എന്ത് ചെയ്യണം? ഓരോ ആളുകളെ കൊണ്ടുപോയി വെക്കണം. റെഡി? നമ്മുടെ ഐമു ഉണ്ടാക്കുന്ന ഫുട്ബോൾ ടീമിന്റെ കോച്ച് ആരാണ് മലയാള സിനിമയിൽ നിന്ന്? കോച്ച് മമ്മൂക്ക. ക്യാപ്റ്റൻ ലാലേട്ടൻ. ബുദ്ധിപൂർവ്വം കളിച്ചു ഐമു. ശരി, ഫോർവേഡ് കളിക്കാൻ ഏറ്റവും മിടുക്കനായ കളിക്കാരൻ ആരാണ്? രാജു നയിക്കാം, പൃഥ്വിരാജ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആരാണ് മലയാള സിനിമയിൽ ഇപ്പോൾ? കുറച്ചും കൂടി സ്പീഡ് ഉണ്ണി മുകുന്ദൻ. അവിടെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബാക്ക് ആക്കാൻ പറ്റിയ, ഡിഫൻസിൽ കളിക്കാൻ പറ്റിയ രണ്ടുപേർ ആരൊക്കെയാണ്? ആസിഫും നിവിനും. ഒരു മികച്ച ഗോളിയെ വേണം. ആരാക്കും ഗോളി? മികച്ച ഗോളി കുറച്ചും കൂടി സ്മാർട്ട് ആയിരിക്കണം, ജയസൂര്യ. റഫറി ആക്കാൻ മലയാളത്തിലെ ഏറ്റവും യോഗ്യനായ നടൻ ആരാണ്? റഫറി ഇന്നസെൻസ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഉണ്ണി മുകുന്ദൻ ഗാലറിയിൽ ഇരിക്കുന്ന ഏത് പെൺകുട്ടിക്ക് വേണ്ടിയായിരിക്കും ഗോൾ അടിക്കുക? ഏത് നടിക്ക് വേണ്ടിയായിരിക്കും ഗോൾ അടിക്കുക? അന്ന് ഫുട്ബോൾ മാച്ച് കാണാൻ വരുന്ന നടിക്ക് വേണ്ടി. True or false? True or false? ഇനി ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ നല്ലപോലെ ഫുട്ബോൾ കളിക്കുന്ന, നല്ലപോലെ അഭിനയിക്കുന്ന, നല്ലപോലെ ചിരിക്കുന്ന ഉണ്ണി മുകുന്ദനുമായി ഞാനൊരു ട്രൂ ഓർ ഫോൾസ് കളിയാണ്. സാർ റെഡി അല്ലേ? റെഡി. എനിക്ക് ലക്ക് കുറവ്. അത് ഫോൾസ് ആണ്. അത്യാവശ്യം ലക്ക് ഉണ്ട്. തോൽവിയിൽ ഞാൻ പതറാറില്ല. ട്രൂ. ഞാൻ വളരെ റൊമാൻറ്റിക്. ട്രൂ. ആദ്യ കാമുകിയുടെ പേര് പറയാൻ ധൈര്യമുണ്ടോ? അതിൽ ട്രൂ ഓർ ഫോൾസ് ഉണ്ട്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി. അപ്പങ്ങളുടെ പേര് പറയാൻ താല്പര്യമില്ല. ട്രൂ. താല്പര്യമില്ല. ഓക്കെ, ഞാനൊരു തീറ്റ പ്രിയൻ. ട്രൂ. ഞാൻ പെട്ടെന്ന് ചൂടാവും. ട്രൂ. ഉണ്ണിയപ്പം എനിക്കേറെ ഇഷ്ടം. ഉണ്ണിയപ്പം എനിക്കാണ് ഇഷ്ടം. ട്രൂ. കുട്ടിക്കാലത്ത് ഞാൻ പെൻസിൽ പോലെ, ഹാങ്കർ പോലെ. ഫോൾസ്. ഓക്കെ, എന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ട്രൂ. വീടിനേക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജിമ്മിൽ. ട്രൂ. സംസാരിക്കാൻ ഏറെ ഇഷ്ടം ഹെൽത്തിനെ കുറിച്ച്. ഫോൾസ്. വേറെ എന്താണ് താങ്കൾക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു വിഷയം എന്താണ്? അങ്ങനെ വിഷയമില്ലാത്ത ചില ടോപ്പിക്സ് ഉണ്ടല്ലോ, വലിയ വിഷയമൊന്നുമില്ല, പക്ഷെ ചുമ്മാ ചെറിയ വിഷയങ്ങൾ, കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ. അവിടെ അങ്ങനെ ഹെൽത്തിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറില്ല. അവർ ചോദിച്ചാൽ ഓക്കെ ഫൈൻ. ഞാൻ അത്യാവശ്യം നുണ പറയും. ട്രൂ. നുണ പറയേണ്ടി വന്ന സിറ്റുവേഷൻസ് ഏതാണ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ? സ്കൂളില്, വീട്ടില്, അങ്ങനെ സ്ഥലങ്ങൾ പറയാം. ഫ്രണ്ട്സിന്റെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് നുണ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ആർക്കും അത് വലിയ ഉപദ്രവമൊന്നുമില്ല. പേപ്പറിൽ ആദ്യം ഫോട്ടോ പേര് വരുന്നത് ക്രിക്കറ്റ് കളിച്ചിട്ട്. അതെ, ട്രൂ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത്. ആഹാ, ഞാൻ പറയുന്നതെല്ലാം കാര്യങ്ങളാണല്ലോ, സത്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. അതെ. ആദ്യ ഡംബൽസ് വാങ്ങിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ട്രൂ. ആ ഡംബൽസ് മല്ലു സിംഗിന്റെ ഫസ്റ്റ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നോ പറയും. ട്രൂ. ഒരു യങ്സ്റ്റർ, ന്യൂ കമർ അങ്ങനെ പെട്ടെന്ന് നോ പറയുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാവാൻ സാധ്യതയുണ്ടോ? അത് എനിക്കറിയില്ല, ബട്ട് മറ്റേത് ട്രൂ ആണ്. സത്യമാണ്. യങ്സ്റ്റേഴ്സിന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് ഇല്ല. നല്ല സിനിമകൾ ചെയ്ത ഐ ഗസ് ഇപ്പോഴത്തെ ഓഡിയൻസ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. എങ്കിൽ കൂടിയും വല്ലാത്തൊരു ലോബിയിങ് ഇല്ലേ സിനിമ ഇൻഡസ്ട്രിയിൽ? നമുക്ക് പെട്ടെന്ന് ഈസിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ട്രൂ ഓർ ഫോൾസിൽ താങ്കൾ ധൈര്യമായിട്ട് ട്രൂ ഓർ ഫോൾസ് പറഞ്ഞോളൂ. ട്രൂ. ഒരു കണക്കിന് തോക്കിനെ പേടിച്ച് ഞാൻ പട്ടാളക്കാരനായില്ല. ട്രൂ. താങ്കളുടെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താങ്കളെ ഒരു സോൾജിയറോ അല്ലെങ്കിൽ പട്ടാളക്കാരനൊക്കെ ആക്കണം. അമ്മയ്ക്കായിരുന്നു അല്ലേ? സിനിമയിൽ എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവ്. ട്രൂ. എന്തുകൊണ്ട് ഫ്രണ്ട്സിനെ കുറയ്ക്കുന്നു, എല്ലാം അകറ്റി നിർത്തുന്നു? ഞാൻ കൂടുതൽ ഐ ഗസ് അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഒരു സോഷ്യലൈസിങ് ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ആരും ജിമ്മിൽ വരാറില്ല. അപ്പൊ ജിമ്മിൽ വന്നാൽ എല്ലാം ഓക്കെയാണ്. ജിമ്മിൽ വന്നാൽ
ബെറ്റുണ്ടോ? ഇത് ക്ലബ് എഫ് എം ആണ്, സ്റ്റാർ ജാമാണ്. ഇപ്പോൾ ഞാനും ഉണ്ണി മുകുന്ദനും നൈമുവും തമ്മിൽ അതിശക്തമായൊരു ഫുട്ബോൾ ബെറ്റല്ല, വേറൊരു ബെറ്റാണ്. ഓക്കെ, ഈ ശരിക്കും താങ്കൾ ഈ സിനിമയിൽ ഫുട്ബോൾ കളിക്കുന്ന സമയത്തൊക്കെ ബെറ്റ് വെക്കുന്നുണ്ടല്ലോ. എന്താണ് ബെറ്റ് വെച്ചിട്ട് താങ്കൾ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ? ബെറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ബെറ്റ് വെച്ചത് ഇങ്ങനെ അന്നത്തെ പ്രായത്തിന്റെ ആയിരിക്കാം. ബെറ്റ് വെച്ചിട്ട് ഞങ്ങൾ പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ജയിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഐ ലവ് യു കേട്ട് തിരിച്ച് അതേപോലെ ഐ ലവ് യു പറയുകയോ അത് വേറെ എന്തെങ്കിലും തരികയോ ചെയ്തിട്ടുണ്ടോ? വളരെ സക്സസ്ഫുൾ ആയിട്ട്. സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മൾ തമ്മിലൊരു ബെറ്റ് നടക്കാൻ പോവാണ്. പക്ഷെ അതിന് മുൻപ് എനിക്ക് അറിയേണ്ട കാര്യം, ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടറുടെ ഒരു പോസിറ്റീവ് എന്താണ്? ഐ തിങ്ക് ഐ എം ക്വൈറ്റ് ഡെഡിക്കേറ്റഡ് ടു വാട്ട് ഐ ഡു. അതാണ്. അതുകൊണ്ട് എനിക്ക് ഇത് അഹമ്മദിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അഹമ്മദ് ഒരു ചുള്ളൻ ചക്കൻ ഉണ്ട് ആക്ച്വലി. മോസിന്റെ മകന്റെ പേര് അഹമ്മദ് എന്നാണ്. ഡയറക്ടറുടെ മോസിന്റെ ആഗ്രഹം വലിയ ജീനിയസ് ആവണമെന്നാണ്. മോസിന്റെ ഭാര്യയുടെ ആഗ്രഹം അവൻ ലെജൻഡ് ആവണമെന്നാണ്. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ്. ആ താരാട്ടാണ് നമ്മള് സൈജുബായി. ഓക്കെ, ഒരു പക്ഷെ ഇന്ന് ഉണ്ണി മുകുന്ദന് വീണ്ടും ആ പാട്ട് പാടാൻ അവസരം കിട്ടും. കാരണം ഞാൻ ഇപ്പോൾ ഒരു പാട്ട് താങ്കളെ കേൾപ്പിക്കും. അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ പാടും. മറിച്ച് തിരിച്ചറിയുന്നില്ലെങ്കിൽ താങ്കൾ എനിക്ക് വേണ്ടി പാടിത്തരണം. ബെറ്റിൽ തോറ്റതുകൊണ്ട് ശ്രമിക്കാം. ഇത് ഏത് പാട്ടിന്റെ ബീജിയമാണ്? ഞാനേ തോറ്റു. നമ്മുടെ മാനം കളഞ്ഞോ. പാട്ട് നമുക്ക് ഏതാ നോക്കാം. ഓക്കെ. യെസ്, ഇത് നമ്മളുടെ സെവൻസ് എന്ന് പറയുന്ന മൂവിയിൽ ബിജേട്ടൻ, താങ്കളുടെ ഈ ഒരു മൂവിയിലെ നല്ല പാട്ടുകൾ സമ്മാനിച്ച ബിജേട്ടൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കേൾട്ടനിലെ നായകൻ ഇത് കേൾപ്പിച്ചത്. പക്ഷെ കേൾട്ടനിലെ നായകൻ സ്റ്റാർ ജാമിലെ നായകന്റെ മുമ്പിൽ തോറ്റിരിക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ആയിമോന് ജീവിതം ഇനിയും ബാക്കി. എന്റെ അമ്മേ, മിമിക്രിയിൽ തുടങ്ങിയിരിക്കുന്നു നമ്മളുടെ ബെറ്റ് റൗണ്ടിന് ശേഷം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്കളുടെ പ്രിയപ്പെട്ട നടന്റെ ശബ്ദമാണ് കേട്ടത്. എനിക്ക് എന്തായാലും ഐമു തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് കേൾക്കേണ്ടത് 2 പാട്ടുകളാണ്, ഒരു പാട്ടല്ല. കാരണം കേൾട്ടനിലെ പാട്ടുകളൊക്കെ തന്നെ ആളുകൾ നെഞ്ചിലേറ്റ് കഴിഞ്ഞു. എനിക്ക് ആദ്യം കേൾക്കേണ്ട പാട്ട് ദിൽവാലെ ദുൽഹനിയ. അത് നിങ്ങളുടെ കേൾട്ടൻ മോഡിലൊന്ന് പാടി കേൾക്കട്ടെ. ദിൽവാലെ ദുൽഹനിയ ले जाएंगे ले जाएंगे ले जाएंगे. അത് നന്നായി പാടി, നന്നായി. സൂപ്പർ സൂപ്പർ മാൻ. അവര് കാര്യം ചെയ്യാം. അടുത്ത ശിക്ഷ നമുക്ക് ആ താരാട്ട് പാട്ട്. ഈ പാട്ട് പാടിയത് സൈജുബായി ആണ്. സൈജുബായിന് ഡെഡിക്കേറ്റ് ചെയ്യാം. ഒറിജിനൽ ഐമുന് ഡെഡിക്കേറ്റ് ചെയ്യാം. ഈ സിനിമ കാണാൻ പോകുന്ന എല്ലാവർക്കും, എല്ലാ ചുള്ളന്മാർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ്. വാപ്പച്ചിന്റെ ചുള്ളൻ ചക്കനെ ഇമ്മച്ചിൻ്റെ സ്റ്റൈലൻ കുട്ടനെ നാളെ ചൊരു ജീനിയസ് ആകണം, മറ്റന്നാളൊരു ലെജൻഡ് ആകണം. ലാ 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 ലാ. ഗണ്ണ് പേടിച്ച് പട്ടാളക്കാരനാവാതിരുന്ന നമ്മളുടെ മലയാളത്തിലെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു യങ് സൂപ്പർ സ്റ്റാർ ആണ് ഇപ്പൊ സുബുനോടൊപ്പം. അത് ഞാൻ നമിച്ചൊക്കെ. ഓക്കെ, നമ്മൾ AK-47 റൗണ്ടിലാണ്. AK-47. കേരളം, ഗുജറാത്ത്, കൂടുതൽ സുന്ദരികൾ ഇവിടെ കേരളത്തിൽ. സത്യമാണോ? സത്യമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഏറ്റവും നല്ല ഗെയിം ഏതാണ്? ഏറ്റവും നല്ല ഗെയിം ഞാൻ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റ് ആണ്. ചുള്ളൻ ചക്കൻ, സ്റ്റൈലൻ ചക്കൻ, കേൾക്കാൻ ഇഷ്ടമേത്? ചുള്ളൻ. 1983 പ്രേമം ഏറ്റവും മികച്ച സിനിമ, താങ്കളുടെ കാഴ്ചപ്പാട്? 83. എന്തുകൊണ്ട് പ്രേമം ഇത്രയും ക്ലിക്കായി? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു നൊസ്റ്റാൾജിയ, കുറെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. താടിയുള്ള ഉണ്ണി, തടിയുള്ള ഉണ്ണി, പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? ചിലർക്ക് താടി ഇഷ്ടമാണ്, ചിലർക്ക് തടിയും ഇഷ്ടമാണ്, ചിലർക്ക് മസിലും ഇഷ്ടമാണ്, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല. ആക്ഷൻ ഹീറോ, റൊമാൻറ്റിക് ഹീറോ, താങ്കൾക്ക് ഏറ്റവും ചേരുന്ന ഏതാണ്? നല്ലൊരു ആക്ടർ ആയാൽ കൊള്ളാവുന്നുണ്ട്. ബട്ട് എനിക്ക് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. മമ്മൂട്ടി എന്നെ വിളിക്കും, ഞാൻ മമ്മൂട്ടിയെ വിളിക്കും, ഏതാണ് ശരി? ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മെസ്സേജ് വിളിക്കാറില്ല. ഓക്കെ, മുകേഷ്, സുരേഷ് ഗോപി, ഏറ്റവും നല്ല ആങ്കർ ആരാണ്? സുരേഷ് ഏട്ടന്റെ ആണ് ഞാൻ കുറച്ചും കൂടി എൻജോയ് ചെയ്യാറ്, മുകേഷിനെക്കാളും. അങ്ങനെ. മമ്മൂട്ടി, ദുൽഖർ, ജാട കുറവാർക്ക്? കുറവ് മമ്മൂക്കയ്ക്ക്. ദുൽഖറിന് ഇത്തിരി ജാടാവും, കുഴപ്പമില്ല, കയറി വരുന്ന ആക്ടറല്ലേ. ഞാൻ എന്നെ ഓരോരോ കാര്യങ്ങൾ തരുന്നു, ഒറ്റ വാക്കിൽ താങ്കളുടെ കമന്റ്സ്. റെഡി? ഓക്കെ. നരേന്ദ്രമോദി ഗുജറാത്തിലായിരുന്നില്ലേ? അടിപൊളി. ഋഷിരാജ് സിംഗ്, മീശ മാധവൻ, സൂപ്പർ. IPL ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അല്ല, സത്യമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് MS ധോണി. കാം. വ്യാജ സി ഡി മേടിക്കരുത്. KL ടെൻഡർ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കളുടെ ചങ്ക് കത്തുവോ? കേൾട്ടെ മോനെ, എന്റെ കൈ കിട്ടിയ വ്യാജ സി ഡി വിൽക്കനും. ബാഹുബലി, രാജമൗലി, മലപ്പുറം, കേൾട്ടൻ 10. ആഹാ സൂപ്പർ. മഴയുടെ ഒരു പര്യായം മാത്രമാണ്. ഓക്കെ, സുന്നത്ത് കല്യാണം.
വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ടാബ്ലറ്റ്. ടാബ്ലറ്റ് ഓക്കെ, ബുക്കും കൊള്ളാം. ബുക്കും കൊള്ളാം, നിർബന്ധമായിട്ട് അത് വേണം അല്ലേ? Jam Juicer. Juicer. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ ജാം ജ്യൂസിന്റെ ടൈമാണ്. ഒരു രസികൻ റംസാൻ സ്പെഷ്യൽ ജ്യൂസ് ആണ് ഇവിടെ ഞങ്ങൾ അടിക്കാൻ പോകുന്നത്. റെഡിയല്ലേ ഐമു? റെഡിയാണ്. എങ്കിൽ താങ്കൾക്കുള്ള ആദ്യ ഓറഞ്ച്. ദുനിയാവിൻ മൈതാനത്ത് കളിപ്പന്തുമിട്ടുകൊടുത്ത് മേലാപ്പിൽ കുത്തിയിരുന്ന്. ജീവിതം ഒരു ഫുട്ബോൾ ആണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഫൗൾ ചെയ്യുന്നവർ എന്ത് ചെയ്യും? റെഡ് കാർഡ് കാണിക്കും. എങ്ങനത്തെ റെഡ് കാർഡാണ് അത്? കത്തി കൊണ്ടാണോ കൈ കൊണ്ടാണോ അതോ പഞ്ച് ചെയ്ത് മൂക്കിലാണോ റെഡ് കാർഡ് വരാം? മൂന്നാമത് ആവശ്യം കറക്റ്റാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ഓറഞ്ച്. എന്താണ് കൽബേ, എന്താണ് കൽബേ, നാടാകെ കേൾക്കും നാദമോടെ. ഇത്രയും ഇഷ്ടത്തോടെ ഏത് പെൺകുട്ടിയോടാണ് താങ്കൾ എന്താണ് കൽബേ എന്ന് പറഞ്ഞിട്ടുള്ളത്? സത്യസന്ധമായിട്ട് മാത്രം പറയട്ടെ. സ്റ്റാർ ജാമാണ്, നമ്മൾ രണ്ടാളും മാത്രമേ കേൾക്കുന്നുള്ളൂ. പറഞ്ഞോളൂ. ഏത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ആദ്യ തക്ഷണം പറയും, കേൾക്കട്ടെ. രസല്ലേ? അത് വേണ്ട, പാവം രക്ഷപ്പെടുകയോ ആയിരിക്കും. ശരി, കുഴപ്പമില്ല. എങ്കിൽ അടുത്ത ഓറഞ്ച്. ഹാലാക്കിന്റെ അവലും കഞ്ഞി കുടിച്ച് കൂടും യെല്ലോ. ഹലാക്കിന്റെ അവലും കഞ്ഞിയും പോലെ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചു കുടുങ്ങിപ്പോയ 2 സിനിമകളുടെ പേര്. സോ ആക്ടേഴ്സ് കുടുങ്ങാറുണ്ട്, ഞാനും കുടുങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം എവിടെയൊക്കെ കുടുങ്ങിയെന്ന്. ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് വേണ്ടാന്ന്. വേണ്ട. പയം പൂങ്ങുന്ന പോലെ പൂങ്ങണമെന്ന് ഉണ്ണി മുകുന്ദന് സിനിമയിൽ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത്രയും ദേഷ്യം വന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും അടുത്ത്? വന്നിട്ടുണ്ടെന്ന് അന്ന് പോയി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉണ്ണിയും മേജർ രവിയും തമ്മിലുള്ള ഒരു പ്രശ്നം. എന്തിനാണ് മേജർ രവിയെ ഉണ്ണി മുകുന്ദൻ തല്ലിയത്? ഒന്നുമില്ല, അതൊരു എന്താ പറയാ, ഇറ്റ്സ് ഓൾ പാസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സംഭവിച്ചു, അതത്ര തന്നെ. ഇപ്പൊ മേജർ രവിയെ കാണാറുണ്ടോ? മേജർ രവിയെ ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയൊന്നുമില്ല. ബട്ട് പിന്നെ സംഭവിച്ചു. ഓക്കെ, യെസ് ബോസ്, പറയൂ. മഴയുടെ 2 പര്യായങ്ങൾ. മഴയുടെ ആദ്യത്തെ മഴയാണ്. പിന്നത്തെ പര്യായം കേൾക്കട്ടെ. വർഷം. എങ്കിൽ അടുത്തത് പുയയുടെ 2 പര്യായങ്ങൾ കേൾക്കട്ടെ. നദി. പോയ. പുയല്ല, പോയ അല്ലേ? മലപ്പുറത്തെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ളത് സൗന്ദര്യമാണോ തന്റെ ഇടമാണോ? തന്റെ ഇടം എനിക്ക് എന്താ പറയാ കാണേണ്ടി വന്നില്ല. പക്ഷെ സൗന്ദര്യം ഇഷ്ടംപോലെ കണ്ടു. ഏതെങ്കിലും തട്ടത്തിന് മറയത്തെ കുട്ടികളുമായി താങ്കൾക്ക് എവിടെയെങ്കിലും അനുരാഗത്തിന്റെ ആദ്യ വേളകൾ വന്നോ? ശരിയാണോ? മലപ്പുറത്ത് സുന്ദരികളായ കുട്ടികളുണ്ട്, ഭയങ്കരമായിട്ട്. ലൈക്ക് വെരി വെരി ബ്യൂട്ടിഫുൾ. പറയാനില്ല, അവിടെ മിണ്ടാണ്ടിരുന്ന അവിടെ. ഓക്കെ, കേൾട്ടൻ വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ താങ്കൾ മലപ്പുറത്ത് നിന്നും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആരും ഉപദ്രവിക്കുന്നില്ല. എൽ ക്ലാസിക്കോ ഏത് ലീഗിലെ കളി വിശേഷണമാണ്? സ്പാനിഷ് ലീഗ്. മൊത്തത്തിൽ താങ്കളിപ്പോ ഫുട്ബോൾ ഒരു നിഘണ്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് അതിനെ കുറിച്ച് ഒരു കഴിവും സൗന്ദര്യവുമല്ല ഒരുവനെ വിജയ നായകനാക്കുന്നത്. സിനിമയിൽ പിന്നെ അതെന്താണ്? കഴിവും സൗന്ദര്യവും ഭാഗ്യവും പിന്നെ നല്ലൊരു കൂട്ടുകെട്ടിലാണ് ഇപ്പോൾ മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ 4 പേര് കണ്ടുമുട്ടുമ്പോൾ അതൊരു കൂട്ടുകെട്ടാവും. പരിചയമില്ലാത്തവർക്കും നല്ലൊരു കൂട്ടുകെട്ടാവും. പ്രായം ചെന്ന സൂപ്പർ താരങ്ങളുടെ കാലം കഴിഞ്ഞു. എന്താണ് ഉണ്ണി മുകുന്ദന്റെ ഒരു കമന്റ്? ഇല്ല, അങ്ങനെയില്ല. സൂപ്പർ സ്റ്റാർസ് ആണ് എപ്പോഴും ഇൻഡസ്ട്രിയെ നയിക്കുന്നത്. ഇപ്പൊ ഇന്നൊരു മമ്മൂക്ക പടം അല്ലെങ്കിൽ ലാലേട്ടൻ പടം, അതിന്റെ കൂട്ടത്തിൽ എന്റെയും അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോ സ്റ്റാർസിന്റെ ഏതെങ്കിലും സിനിമ ആണെങ്കിൽ ഫസ്റ്റ് സിനിമ നമ്മൾ സൂപ്പർ സ്റ്റാർ സിനിമ കാണും. അത് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാർസ് വേണമെന്ന് ഭയങ്കര ആ ടേമിനോട് ഭയങ്കര താല്പര്യം. എന്താണ് മലയാള സിനിമയിൽ സെൻസർ ബോർഡിന്റെ പ്രശ്നം? എനിക്ക് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഐ കനോട്ട് കമന്റ് ഓൺ ഇറ്റ് പ്രോപ്പർലി. ഇനി താങ്കൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിന്നും ഏത് നടിയായിരിക്കും? ഇങ്ങനത്തെ ഒരു നടിയില്ല, അങ്ങനെയല്ല. ഫോർ മീ ഒരു ഇങ്ങനത്തെ ഒരു നടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മലയാളി ബ്യൂട്ടിന്ന് നമ്മൾ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവില്ല. ഒരു കാവ്യമാധവൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു കാവ്യമാധവനാണെന്നല്ല, അല്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും അല്ല. Star rating. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ സ്റ്റാർ റൈറ്റിംഗിന്റെ ടൈമാണ്. ഉണ്ണി മുകുന്ദൻ ഇതുവരെ അഭിനയിച്ച സിനിമകളിലൂടെ ഞങ്ങൾ ഓടാൻ വേണ്ടി പോകുന്നു. സാർ റെഡി? ഓക്കെ, റെഡി. ഞാൻ ജേഴ്സി നമ്പർ 9, താങ്കൾ 10. കാര്യമുണ്ട്. ഇനി ഞാൻ ഈ സിനിമകളിലെ സംവിധായകരെ താങ്കൾക്ക് തരും. എല്ലാവർക്കും മാർക്സിന്റെ കുറച്ച് ജേഴ്സികൾ സമ്മാനിക്കണം. അവർക്ക് സമ്മാനിക്കുന്ന ജേഴ്സിയിൽ താങ്കൾ അവർക്കിട്ട മാർക്കാണ് പ്രിന്റ് ചെയ്യേണ്ടത്. റെഡി? യെസ്. അപ്പൊ ജേഴ്സി കൊടുക്കേണ്ട ആദ്യത്തെ ജേഴ്സി ഉള്ളൂ 8, 9, 10. ശരി. അപ്പൊ ഈ ജേഴ്സി താങ്കൾ കൊടുക്കുന്നത് താങ്കൾ ആദ്യമായിട്ട് അഭിനയിച്ച മൂവി, റിലീസായ മൂവി അല്ല, ആദ്യമായിട്ട് അഭിനയിച്ച മൂവി ബാങ്കോക്ക് സമർ. അതിന്റെ സംവിധായകർ പ്രമോദ് പപ്പൻ. ഞാൻ പ്രമോദായിട്ടും പപ്പേട്ടനും കൊടുക്കാൻ പോകുന്നത് 5, അപ്പോൾ 10 ബിക്കോസ് ഒരു പുതിയതായിട്ട് ഒരാൾ സിനിമയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അല്ലെങ്കിൽ വേണ്ടത് ഒരു കോൺഫിഡൻസ് ബിൽഡും അതേപോലെ ഒരു ഫ്രീഡമാണ്. എനിക്ക് ഇത് രണ്ടും എന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് കിട്ടും. ഉണ്ണിയുടെ ആദ്യം റിലീസായ മൂവി ബോംബെ മാർച്ചാണ്. അതിന്റെ സംവിധായകൻ ബാബു ജനാർദ്ദനൻ. അദ്ദേഹത്തിന് നൽകുന്ന ജേഴ്സി നമ്പർ പറയൂ. ഇനീഷ്യൽ പടങ്ങളാണ് നമ്മുടെ ബേസ്. അതായത് എന്റെ തുടക്ക സിനിമയിലൊക്കെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. ഒരു 9 കൊടുക്കാം. അടുത്തത് താങ്കൾക്ക് ഞാൻ തരാൻ പോകുന്നത് മല്ലു സിംഗിന്റെ ഡയറക്ടർ. താങ്കൾ
താങ്കൾക്ക് ഒരു ആക്ഷൻ ഹീറോ പരിവേഷം തന്ന വൈശാഖ് ചേട്ടന് 9. അടുത്ത താങ്കളുടെ പ്രിയപ്പെട്ട മറ്റൊരു ഡയറക്ടർ ലാൽ ജോസ് ഏത് ജേഴ്സി ലാലു ചേട്ടന് ഒരു 10/10 കൊടുക്കാം. മെസ്സിയാണ് മെസ്സിയാണ്. എല്ലാം കൊടുത്തു. ഓക്കെ, എങ്കിൽ KL10 മൊഹസിൻ ഏത് ജേഴ്സി കൊടുക്കുന്നു മൊഹസിന്? മോഹസിൻ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ അവനിപ്പോ നമ്മൾ ഒരു 8 കൊടുക്കാം. കയറി വരട്ടെ. ഈ പടത്തിൽ 8, അടുത്ത പടത്തിൽ 9, പിന്നെ പടത്തിൽ 10 അവനായി. ഉണ്ണി, ഓക്കെ. 5 കാര്യം താങ്കളെ കുറിച്ച് അറിയണം ഒറ്റയടിക്ക്. ഒന്ന് ഹൈറ്റ്, 5'11", വെയിറ്റ്, 73, ഏജ്, 27, സെക്സ്, മെയിൽ. സൈസ്. അയ്യോ തട്ടി. ഇനി എനിക്ക് വേണ്ട ഐമുവിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ KL10 10 ഐമു ഉണ്ടാക്കാൻ പോകുന്ന മലപ്പുറം ഡിക്ഷണറിയിലെ ആദ്യ വാക്ക് ഇതാണ്: കേറ്, കിണർ, മക്കാനി, ചായക്കട, പൂതി. പൂതി എന്ന് പറഞ്ഞാ ഇത് പുതിയതെന്നാണോ? ഓക്കെ, പുതിയത്. പോയിക്കോടുന്നു. പൂതി ഞാൻ കൊതിന്നാണ്. കൊതി അതാണ് കിട്ടിയില്ല. പജ്ജ്, പശു, കസാല, കസേര, മണ്ടി കളിക്കാം, ഓടി കളിക്കാം. ഇജ്ജ ബജ്ജി കൂടെ പോകുമ്പോ ആ കുജില് വീക്കരുത്. അതുകൂടെ പോകുമ്പോ കുഴിയിൽ. എങ്ങനെ താങ്കൾ ഇത് പഠിച്ചെടുത്തു? അവിടെ ചെന്നിട്ട് മലപ്പുറം സ്ലാങ് സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നോ? ഓഫ് കോഴ്സ് ആ സ്ക്രിപ്റ്റിൽ അതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ടും ചുറ്റും നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ മൂസിൻ അവിടുത്തെ ഒരു പയ്യനായതുകൊണ്ടും ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. ലൈക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ കേൾക്കാൻ ഭയങ്കര രസമുള്ളൊരു ലാംഗ്വേജ് ആണ്. ശരി, എന്നാൽ നമ്മളുടെ സ്റ്റാർ ജാം 3 മണിക്കൂർ തീരുകയാണ്. താങ്കളുടെ ഒരു ഫീൽ എന്താണ് സ്റ്റാർ ജാമിനെ കുറിച്ച്? ഇറ്റ്സ് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ഷോ ആണ്. പിന്നെ ഐ ഗസ് 2ാം തവണയാണ് ഞാൻ ഈ ഷോയിൽ വരുന്ന സുഖമായിട്ടിരിക്കുന്നത്. 3ാം തവണ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. KL10 കുറിച്ച് ഇപ്പൊ താങ്കൾ എന്ന് പറയുന്നു? KL10 10 കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. പ്ലീസ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഇപ്പൊ ലിസണേഴ്സിന്റെ അടുത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ലിസണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് ഹാപ്പി റംസാൻ. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ക്ഷീണിച്ച് കാണാനില്ല. ഈ റംസാൻ ഇപ്പൊ പറഞ്ഞത് ഐമുമാണ്. ആയുമാണ് പറയുന്നത്. ഇനി എനിക്കൊരു റംസാൻ സ്പെഷ്യൽ ടൺ കണക്കിന് ഫൺ കേൾക്കണം. ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 ടൺ. Wow!